കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ M23 പോരാളികൾ ഉൾപ്പെടെയുള്ള വിമത ഗ്രൂപ്പുകളുടെ സഖ്യവും ദേശീയ സൈന്യവുമായുള്ള സമാധാന സേനയുമായുള്ള ആഴ്ചകളോളം നീണ്ട തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗങ്ങളിലെ പ്രദേശം വിമതർ പിടിച്ചെടുത്തതിന്റെ ഫലമായി കാര്യമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ വെടിനിർത്തൽ പ്രഖ്യാപനം. കിഴക്കൻ DR കോങ്കോയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയ്ക്ക് ചുറ്റുമുള്ള സമീപകാല പോരാട്ടങ്ങളിൽ കുറഞ്ഞത് 900 പേർ കൊല്ലപ്പെടുകയും 2880 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് വിവരം. 2025 തുടക്കം മുതൽ 4 ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ സംഘർഷത്തെ തുടർന്ന് പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനകം പലായനം ചെയ്തത്. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നിട്ടും സംഘർഷങ്ങൾ ഉയർന്ന നിലയിൽ തന്നെ തുടരുകയാണ്. വിമതർക്കുള്ള പിന്തുണ പിൻവലിക്കാൻ റുവാണ്ടയുടെ മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്ന് പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. റുവാണ്ടയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് DR കോങ്കോയുടെ ആശയവിനിമയ മന്ത്രി അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അതേസമയം മനുഷ്യാവകാശ ഗ്രൂപ്പുകളും റുവാണ്ടയെ പിന്തിരിപ്പിക്കാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. സംഘർഷബാധിത മേഖലയിലേക്ക് മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനായി പ്രദേശത്ത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് അലയൻസ് ഫ്ലൂ കോങ്കോ വ്യക്തമാക്കിയിരുന്നു. കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ തീവ്രമായ പോരാട്ടം കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവ വികാസം ആശ്വാസകരമാണ്. ഫ്രാൻസ് സമീപകാല ഏറ്റുമുട്ടലുകളെ അപലപിക്കുകയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്ന് റുവാണ്ടൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മധ്യ ആഫ്രിക്കൻ രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വലിയ ഭൂപ്രദേശങ്ങൾ വിമതർ പിടിച്ചെടുക്കുന്നതിനിടെ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ഏകപക്ഷീയ തീരുമാനം. റുവാണ്ടൻ അതിർത്തിയിലുള്ള ഒരു നഗരവും DR കോങ്കോയുടെ നോർത്ത് കിഗു പ്രവിശ്യയിലുള്ള തലസ്ഥാനവുമായ ഗോമ ഉൾപ്പെടെ വിമതർ പിടിച്ചെടുക്കുകയുണ്ടായി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ 2 ദശലക്ഷം ജനങ്ങളുടെ ഗോമ നഗരം കടുത്ത മാനുഷിക പ്രതിസന്ധിയാണ് നേരിടുന്നത്. UN ഓഫീസ് ഫോർ ദ കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പ്രകാരം നഗരത്തിന് ഇന്ധനത്തിന്റെയും മെഡിക്കൽ സപ്ലൈസിന്റെയും അടിയന്തര ആവശ്യമുണ്ട്. മുൻ ബെൽജിയൻ കോളനിയായിരുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ മേഖല പതിറ്റാണ്ടുകളായി ആക്രമണത്തിലും അസ്ഥിരതയിലും മുങ്ങി നിൽക്കുകയാണ്. സ്വർണം, വജ്രം, കോൾട്ടാൻ തുടങ്ങിയ വിലയേറിയ ധാതുക്കളാൽ സമ്പന്നമായ പ്രദേശം ഈ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി സായുധ ഗ്രൂപ്പുകളെയും ആകർഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് M23 വിമത ഗ്രൂപ്പ് വർഷാരംഭം മുതൽ തന്നെ സർക്കാരിനെതിരെ തീവ്രമായ ആക്രമണം നടത്തി വരികയാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള 1 ഡസനിലധികം പേർ ഉൾപ്പെടെ നിരവധി വിദേശ സമാധാന സേനാംഗങ്ങളെ വിമത ഗ്രൂപ്പ് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വടക്കൻ കിവു പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗോമ പിടിച്ചെടുത്തുകൊണ്ട് M23 തീവ്രവാദികൾ ഈ മേഖലയിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അവർ തെക്കൻ കിവു പ്രവിശ്യയുടെ തലസ്ഥാനമായ ബുക്കാവുവിലേക്ക് മുന്നേറുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് കൂടുതൽ അസ്ഥിരതയ്ക്കും മാനസിക പ്രതിസന്ധിക്കും കാരണമാകുമെന്ന ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിൽ ബുക്കാവു പിടിച്ചെടുക്കാനുള്ള ഉദ്ദേശം നിഷേധിച്ചുകൊണ്ട് M23 തീവ്രവാദികൾ ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ സംഘർഷം DRC സർക്കാരും റുവാണ്ടയും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കി. M23 വിമത ഗ്രൂപ്പിന് റുവാണ്ട പിന്തുണ നൽകുന്നുണ്ടെന്ന DRCയുടെ ആരോപണമാണ് പ്രശ്നത്തിന്റെ കാതൽ. റുവാണ്ട ഈ അവകാശവാദത്തെ ശക്തമായി നിഷേധിക്കുകയായിരുന്നു. ചരിത്രപരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സങ്കീർണവും പലപ്പോഴും പിരിമുറുക്കമുള്ളതായിരുന്നു. ഇരു രാജ്യങ്ങളും 221 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നതാണ്. യൂറോപ്യൻ കൊളോണിയൽ കാലഘട്ടം മുതൽ സംഘർഷത്തിന്റെ ഒരു നീണ്ട ചരിത്രവുമുണ്ട്. 1994 റുവാണ്ടൻ വംശഹത്യയും തുടർന്നുള്ള അഭയാർത്ഥി പ്രതിസന്ധിയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കി. സമീപ വർഷങ്ങളിൽ കിഴക്കൻ DRCയിലെ വിമത ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതായി DRC ആരോപിച്ചിരുന്നു. അതിൽ M23 ഉൾപ്പെടുന്നുണ്ട്. മറുവശത്ത് റുവാണ്ട ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും പകരം 1994 വംശഹത്യ നടത്തിയ ഹുട്ടു തീവ്രവാദികൾക്ക് DRC അഭയം നൽകുന്നതായി ആരോപിക്കുകയും ചെയ്തു. 2025 ജനുവരി DRC റുവാണ്ടയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതോടെ സ്ഥിതിഗതികൾ അസ്ഥിരമായി തുടരുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ സംയമനം പാലിക്കാൻ സംഭാഷണം നടത്താനും അന്താരാഷ്ട്ര സമൂഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ശത്രുത ഉടനടി അവസാനിപ്പിക്കാനും സമാധാന ചർച്ചയിലേക്ക് മടങ്ങാനും റഷ്യയും മറ്റ് നിരവധി രാജ്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ DRCയിലെ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയും അത് ഗുരുതരമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സമാധാനത്തിനുള്ള ഈ ഒരു ആഹ്വാനം. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സുരക്ഷാ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനും നയതന്ത്ര പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി കിഴക്കൻ ആഫ്രിക്കൻ സമൂഹം കഴിഞ്ഞ ആഴ്ച ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ വിളിച്ചു ചേർത്ത യോഗത്തിൽ കോങ്കോ പ്രസിഡന്റ് ഫെലിക്സ് ഷിസെക്കേഡി പങ്കെടുത്തില്ല. ഷിസെക്കേഡിയുടെ അസാന്നിധ്യം സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നതാണ്. കോങ്കോയിൽ ഏകദേശം 1000-ലധികം ഇന്ത്യൻ പൗരന്മാരാണുള്ളത്.
മധ്യ ആഫ്രിക്കൻ രാജ്യത്തെ സുരക്ഷാ സ്ഥിതികൾ കണക്കിലെടുത്ത് കോങ്കോയിലെ കിൻഷാസയിലുള്ള ഇന്ത്യൻ എംബസി അവിടെയുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഉടൻ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകാൻ നിർദ്ദേശം നൽകിയിരുന്നു. കിഴക്കൻ കോങ്കോയിലെ മൊണസ്കോ സമാധാന ദൗത്യത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഏകദേശം 1200 ഇന്ത്യൻ സൈനികരെ സേവനമനുഷ്ഠിക്കുന്നുണ്ട്.